Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിമാൻസ് ടെസ്റ്റ് മോഡൽ ടെസ്റ്റ് സീരീസ് 3 സൈക്യാട്രിക് നഴ്സിംഗ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ടെസ്റ്റ് സീരീസ് 3 ആഡ് ചെയ്തത്. കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സൈക്യാട്രിയുടെ ക്വസ്റ്റ്യൻസ് മാത്രം ഉള്ള നമ്മുടെ സബ്ജക്ട് വൈസിന്റെ മൂന്നാമത്തെ ടെസ്റ്റ് സീരീസ് ആണ്. സ്പെഷ്യലി ദോസ് ഹു ആർ prepared for NIMHANS Nursing Officer exam. Okay. NIMHANS Nursing exam തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ദയവ് ചെയ്ത് ഇത് DHS, അതുപോലെ ലോങ് ടൈം DME, അതുപോലെ ലോങ് ടൈം IMS കേട്ടോ, ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. ദിസ് വീഡിയോ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദോസ് ഹു റൈറ്റിംഗ് നിമാൻസ് എക്സാം കേട്ടോ. അപ്പൊ നിമാൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നടത്തിയ ക്വസ്റ്റ്യൻ്റെ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ആൻസർ കീയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അതുകൂടാതെ പരീക്ഷയെ പറ്റിയുള്ള മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ദയവ് ചെയ്ത് ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടുക. നമ്മുടെ പുതിയ ബാച്ച് അതിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് അനൗൺസ് ചെയ്തിരിക്കുന്നതായിരിക്കും. എനിവേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ to think rationally, purposefully and deal effectively within the environment അല്ലെ. അപ്പം തിങ്ക് ചെയ്ത് അതനുസരിച്ച് ആക്ട് ചെയ്തു, അവിടെ ഒരു സക്സസ് നേടിയെടുത്തു അല്ലെ, അല്ലെങ്കിൽ അത് നേടിയെടുത്തു, ഡീൽ ചെയ്തു അല്ലെ. ഡീൽ എഫക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അവിടെ സക്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻസർ കീയും കറക്റ്റ് തന്നെയാണ്. ഇന്റലിജൻസ് ഈസ് കറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Type of unconscious memory, automatic memory. Use past experience to remember things without thinking about them. അല്ലെ. അപ്പൊ അൺകോൺഷ്യസ് മെമ്മറിയെ നമ്മൾ ഇംപ്ലിക്റ്റ് മെമ്മറി എന്നും അല്ലെ, കോൺഷ്യസ് മെമ്മറിയെ നമ്മൾ അല്ലെ എക്സ്പ്ലിക്റ്റ് മെമ്മറി എന്നും, അതിനെ തന്നെ വീണ്ടും നമ്മൾ എപ്പിസോഡൽ മെമ്മറി എന്നും ഡിക്ലറേറ്റീവ് മെമ്മറി എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അൺകോൺഷ്യസിനെ നമ്മൾ വീണ്ടും പ്രൊസീജറൽ മെമ്മറി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് ടു റിമെമ്പർ തിങ്സ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് അബൌട്ട് ദം എന്ന് പറയുമ്പോൾ അതൊരു അൺകോൺഷ്യസ് മെമ്മറിയാണ്. അൺകോൺഷ്യസ് മെമ്മറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിക് മെമ്മറി കേട്ടോ. കറക്റ്റ് തന്നെയാണ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, തെറാപ്യൂട്ടിക് സീറം ലെവൽ ഓഫ് കാർബമെസാപ്പിൻ കേട്ടോ. കാർബമെസാപ്പിൻ, ലിത്യം അതൊക്കെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. 6 to 12 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. മാലഡാപ്റ്റീവ് കോപ്പിംഗ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് അല്ലെ, മാലഡാപ്റ്റീവ് കോപ്പി അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ എല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇഡിയറ്റ്സ് ഗ്രൂപ്പ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ അല്ലെ. ഇഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവർ കാറ്റഗറി അല്ല, 0 to 20 വരെയുള്ള അല്ലെ. ഇപ്പൊ 24 രണ്ട് മെന്റൽ റിട്ടാർഡേഷൻ IQ വെച്ചുള്ള രണ്ട് ഫോർമുല അതിനകത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കിക്കോണം കേട്ടോ. 0 to 24 എന്ന് പറയുന്നതാണ് ഇഡിയറ്റ് ഗ്രൂപ്പ് അല്ലെ, സിവിയർ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ. നെക്സ്റ്റ്, എ ക്ലയന്റ് ഈസ് ടേക്കിംഗ് മോണോ അമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റർ, മാവോ ഇൻഹിബിറ്റർ ഡ്രഗ്സ് അല്ലെ. ആന്റി ഡിപ്രസന്റ് ഈസ് ഇൻസ്ട്രക്ടഡ് ബൈ ദ നേഴ്സ് ടു അവോയ്ഡ് വിച്ച് ഫുഡ് ആൻഡ് ബിവറേജസ് അല്ലെ. മാവോ ഇൻഹിബിറ്റർ യൂസ് ചെയ്യുന്ന പേഷ്യന്റ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൈറാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം, വിത്ത് ഹോൾഡ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഏജ്ഡ് ചീസ് ആൻഡ് റെഡ് വൈൻ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിടക്കാം. ഹു പ്രപ്പോസ്ഡ് 4-level ഹയറാർക്കി ഓഫ് ഡിഫൻസ് മെക്കാനിസം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹയറാർക്കി അനുസരിച്ച് ഡിഫൻസ് മെക്കാനിസത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജോർജ് വെയ്ലാൻഡ് ആണ് കേട്ടോ. ജോർജ് വെയ്ലാൻഡ് ആണ്. പഠിപ്പിച്ചിട്ടില്ല, എനിവേ നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടോ, പോയിന്റ് നോട്ട് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ്, ദ നേഴ്സ് കളക്ടിങ് എ ഫാമിലി അസസ്മെന്റ് ഡേറ്റ ആസ് ഹു ഈസ് യുവർ ഫാമിലി ആൻഡ് ഹു ഈസ് ഇൻ യുവർ ഫാമിലി ആൻഡ് വേർ ഡു ദേ ലീവ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ നേഴ്സ് അറ്റംപ്റ്റിംഗ് ടു ഐഡന്റിഫൈ അല്ലെ. ഇപ്പൊ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കിൽ ഐഡന്റിഫൈ ദ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ ചുറ്റുപാട്, റിലേഷൻസ് ഒക്കെ നമ്മൾ ചോദിച്ചറിയുന്നതിന് എന്താണ് പറയുന്നത്, ബൗണ്ടറീസ് കേട്ടോ. അപ്പൊ എത്തിനിസിറ്റി അല്ല, എത്തിനിസിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് കൾച്ചർ ആണ്. റിലേഷൻഷിപ്പ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ട്രയാങ്കിൾസ് അല്ല അല്ല, ഇവിടെ ഫാമിലി ട്രീ അല്ല നോക്കുന്ന, ഇവിടെ എന്താണ് ബൗണ്ടറീസ് ഓഫ് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം.
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് അല്ല, ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് ട്രസ്റ്റ്, ജെനുവിനസ്, വർക്ക് അല്ല, എമ്പതി, വർത്ത്ലെസ്നെസ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഇനി ഫണ്ടമെന്റൽസ് അത് പഠിപ്പിക്കും. ഇനി നമ്മുടെ നോട്ടിൽ ഇല്ല, സൈക്കാട്രിയുടെ നോട്ടില്ലാത്ത ഇല്ല കേട്ടോ. ഫണ്ടമെന്റൽസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. സ്കീസോഫീനിയ ലൈക്ക് സിൻഡ്രോം ഈസ് സീൻ ഇൻ ഡ്രഗ് അബ്യൂസോ അല്ല, സ്കീസോഫീനിയ ടൈപ്പില് സ്കീസോഫീനിയ ലൈക്ക് സിൻഡ്രോം ഈസ് സീൻ ഇൻ ദ ഡ്രഗ് അബ്യൂസോ അല്ല, ആംബിറ്റാമിൻ, കൊക്കൈൻ യൂസ് അല്ല എന്നൊക്കെ പറയുന്ന മെഡിസിൻസ്, സോറി എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസ് എടുക്കുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്, ആ സ്കീസോഫീനിയ ലൈക്ക് സിൻഡ്രോംസ് കേട്ടോ. ആംബിറ്റാമിൻ എന്നുള്ള ആൻസർ കീ കറക്റ്റ് തന്നെയാണ്, ചേഞ്ച് ഇല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. Anorexia nervosa is admitted to the special eating disorder unit. Initial treatment priority for her. അല്ല, അനറോക്സിയ ഉള്ള ഒരു പേഷ്യന്റിന് അനറോക്സിയ നെർവോസ എന്ന് പറയുന്ന ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള പേഷ്യന്റിന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ഡയറ്റ് അവരെ കൊണ്ട് കഴിപ്പിച്ചിരിക്കണം. അല്ല, അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫീഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താണ് റീഫീഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. A nation should know that normal therapeutic level of lithium. കേട്ടോ, ലിത്യത്തിന്റെ തെറാപ്യൂട്ടിക് ലെവൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 0.6 to 12 മില്ലി ഈക്വലാൻ കേട്ടോ. പോയിന്റ് സിക്സ് ടു 1.2 മില്യൺ മില്ലി ഈക്വലാൻ കേട്ടോ. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലണ്ടിങ് ഓഫ് വിൽ പവർ ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കീസോഫിനിയ വിച്ച് മീൻസ് അല്ല, ബ്ലണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലണ്ട് അഫക്ട് എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് അഫക്ട് ആണ് അല്ല. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലണ്ടിങ് ഓഫ് വിൽ പവർ എന്നാണ് പറയുന്നത് അല്ലെ, എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എനർജി ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെ. അപ്പൊ അവിടെ ആൻസർ എന്ന് പറയുന്നത് അനർജിയ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അനർജിയ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. NDPSA Act. NDPSA Narcotic Drug and Psychotropic Substance Act come into force. അല്ല, NDPSA Act comes under 1985. കേട്ടോ, നോട്ടിലുണ്ട്. ഓക്കെ, നോട്ടിലുണ്ട്. ആൻസർ ഇസ് 1980. ഓക്കെ, നെക്സ്റ്റ്. A patient with manic episode is taking lithium. Which electrolyte level should nurse check before administering the medicine? അല്ല, മാനിക് പേഷ്യന്റ് ലിത്യം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് എന്ത് ചെക്ക് ചെയ്യണം, സോഡിയം ലെവൽ കേട്ടോ. സോഡിയം ലെവൽ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ്. They should tell the client that only effective treatment of alcoholism. ആൽക്കഹോളിസത്തിന്റെ only effective treatment എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ അബ്സ്റ്റൈൻസ് ഫ്രം ആൽക്കഹോളിസം അല്ലെ. നോട്ടിലുള്ള പോയിന്റ് തന്നെയാണ്, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യം ഇല്ല. നെക്സ്റ്റ്. According to Freud's psychodynamic theory, the first stage's response to loss is called introjection. Which of the individual regress to? അല്ല, ഫസ്റ്റ് സ്റ്റേജ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് സ്റ്റേജ് റെസ്പോൺസ് ടു ലോസിനെ നമ്മൾ ഇൻട്രോജക്ഷൻ എന്നും പറയും കേട്ടോ. അതും പരീക്ഷ ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രോജക്ഷൻസ് കേട്ടോ. ഓക്കെ, റെസ്പോൺസ് ടു ലോസിനെയാണ് നമ്മൾ ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത്, അതും പരീക്ഷ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആൻസർ എന്താണ്, ഓറൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, കറക്റ്റ് തന്നെയാണ് ആൻസർ, കീയും കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഡെലീനിയർ ട്രമർ യൂഷ്വലി സ്റ്റാർട്ട് ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഡ്രിങ്ക് ഓഫ് ആൽക്കഹോൾ കേട്ടോ. അപ്പൊ ആൽക്കഹോൾ കഴിഞ്ഞ് ആൽക്കഹോൾ ടോക്സിസിറ്റി ഒക്കെ കൂടുമ്പോഴാണ് എന്ത് വരുന്നത്, അല്ലെങ്കിൽ വിഡ്രോവൽ എഫക്റ്റ് ഒക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡെലീറിയം ട്രമർ ഉണ്ടാവുക കേട്ടോ. അപ്പൊ വിഡ്രോവൽ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 72 hours എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ 72 hours കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 to 5 days ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. 2 to 5 days is the correct answer for this question. വെരി ഗുഡ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. In psychoanalytical theory, is the defense mechanism that involves express feeling towards a person who is less threatened than the person who is to target അല്ലെ. അതായത് ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലോട്ട് ലെസ് ത്രെട്ടൻ ഫോമിൽ കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് ഫീലിംഗിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലയന്റ് ഈസ് അറ്റ് ഹൈ റിസ്ക് ഫോർ വിച്ച് കോംപ്ലിക്കേഷൻ ഓഫ് കൊക്കൈൻ യൂസ് അല്ലെ. കൊക്കൈൻ യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ എന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കൊറോണറി ആർട്ടറി ഡിസീസ് ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്. ദ ടൈപ്പ് ഓഫ് ആൻസൈറ്റി ദാറ്റ് ലീഡ്സ് ടു പേഴ്സണാലിറ്റി ഡിസ്ഓർഗനൈസേഷൻ അല്ല. അപ്പൊ ടൈപ്പ് ഓഫ് ആൻസൈറ്റി ദാറ്റ് ലീഡ്സ് ടു പേഴ്സണാലിറ്റി ഡിസോർഗനൈസേഷൻ അല്ല, അത്രയുമുള്ള സിവിയർ ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് എന്തെന്ന് പറയുന്നത്, പാനിക് ഡിസോർഡർ അല്ലെ. ഒരു അക്യൂട്ട് സിവിയർ ഫോം ഓഫ്
ആൻസൈറ്റി ആണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആ പാനിക്കില് പേഷ്യന്റ് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള കുറെ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ. ഇനിഷ്യൽ ഡോസ് ഓഫ് ഡൈസൾഫറാം ഓഫ് ആൽക്കഹോൾ ഇൻ വിഡ്രോവൽ ഇൻടേക്ക് അല്ലെ 400 to 500 mg എന്നാണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ 400 to 600 mg എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 500 mg ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രിമച്ചർ ഡെത്ത് ഇൻ സ്കീസോഫീനിയ അല്ല. സ്കീസോഫീനിയ പേഷ്യൻസ് ഡെത്ത് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് സൂയിസൈഡൽ ടെൻഡൻസി ആണ് അല്ല. നമ്മൾ ഈ പറയുന്ന കാറ്ററ്റോണിക്കും അതുപോലെ തന്നെ പാരനോയിഡ് സ്കീസോഫീനിയ, ദോസ് ബോത്ത് ആർ റിസ്ക് ഫോർ സൂയിസൈഡ്. അതുകൊണ്ട് അതിൽ രണ്ടിലും ECT തെറാപ്പി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ ഈ സൂയിസൈഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 30-year-old lady started crying seeing injection needle. വാട്ട് ഡിഫൻസ് മെക്കാനിസം അല്ലെ. അപ്പൊ അതായത് ഇഞ്ചക്ഷൻ നീഡില് 30 വയസ്സുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അഡൽറ്റ് കുട്ടി ഇഞ്ചക്ഷന്റെ നീഡിൽ കാണുമ്പോൾ കരയുന്നു അല്ലെ എന്ന് പറയുമ്പോൾ ആ കുട്ടി ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുക അല്ലെ. അപ്പൊ റിഗ്രഷൻ ബാക്ക് ടു ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിഗ്രഷൻ. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ്. ദ ഹാബിച്വൽ ടെൻഡൻസി ടു ബി ആൻഷ്യസ് ഇൻ ജനറൽ അല്ലെ. ഇപ്പൊ ഹാബിറ്റൽ ടെൻഡൻസി ടു ആൻഷ്യസ് ഇൻ ജനറൽ അല്ലെ. ഒരു ഹാബിറ്റ് എന്നോണം എന്ത് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ആൻസൈറ്റി ഉണ്ട് അല്ലെ. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ശീലമാണ്, കൊച്ചിലെ തൊട്ടുള്ള ശീലമാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ട്രൈറ്റ് ആൻസൈറ്റി എന്നുള്ള വേർഡാണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇന്റൻസി എലേഷൻ ഓഫ് മൂഡ് വിത്ത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി അല്ലെ. സൈക്കോളജിക്കൽ വെൽബീയിങ്, അതുപോലെ ഇൻക്രീസ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റി, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ ആൻഡ് അങ്ങനെയൊക്കെ പറയുന്നു അല്ലെ. എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും സിവിയർ ഫോം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇന്റൻസ് മോഡ് എന്ന് പറയുന്നത് ഇത് സ്റ്റേജ് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇലക്ട്രോകൺവൾസീവ് തെറാപ്പി is primarily used in psychiatric care for the treatment of suicide അല്ലെ. അതായത് ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ടെൻഡൻസി. ഓപ്ഷൻ ഡി is the correct answer. Next. Acceptance, trust, boundaries are established during which phase of therapeutic names and climate അല്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രീ ഓറിയന്റേഷൻ ഫേസ് ആണ്. അത് കൂടാതെ അത് ഫോളോ ചെയ്ത് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് പേഷ്യന്റ് ആൻഡ് നേഴ്സ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ നേഴ്സ് ആൻഡ് പേഷ്യന്റ് തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ ഫേസ്. ഓക്കെ, നേഴ്സ് മാത്രം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പ്രീ ഓറിയന്റേഷൻ. ഓക്കെ. മോസ്റ്റ് ഡേഞ്ചറസ് സ്കീസോഫീനിയ എന്ന് വിളിക്കുന്ന ഏതാണ്, കാറ്ററ്റോണിക് എക്സൈറ്റ്മെന്റ് അല്ലെ. സ്കീസോഫീനിയ പേഷ്യന്റ് ആക്ട് ആസ് എ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ആക്ട് ആസ് എ ചൈൽഡിഷ് അല്ലെ, വൈൽഡ് അനിമലിനെ പോലെ ആക്ട് ചെയ്യുന്നു അല്ലെ. എല്ലാം പഠിപ്പിച്ചതാണ്. നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. A person who deliberate pattern to illness is usually thought to be അല്ലെ. ഡെലിബറേറ്റ് pattern to illness seen in എന്താണ്, ഹിസ്റ്റീരിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെ. ഹിസ്റ്റീരിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതിൽ കാണുന്ന എന്താണ്, മാലിഗ്നറി ബിഹേവിയർ കേട്ടോ. മാലിഗ്നറി ബിഹേവിയർ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ്. മോസ്റ്റ് കോമൺ സൈക്കാട്രിക് ഡിസോർഡർ ആഫ്റ്റർ ഹെഡ് ഇഞ്ചറി. ഞാൻ പറഞ്ഞതാണ്, ഹെഡ് ഇഞ്ചറി കഴിയുന്നുള്ള പേഷ്യൻസിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനുള്ള ചേഞ്ചസ് കാരണം അതിൽ കൂടുതലും എന്തിലോട്ട് പോകാനാണ് ചാൻസ്, കൂടുതൽ മാനിയയിലോട്ട് പോകാനാണ് ചാൻസ് കേട്ടോ. നെക്സ്റ്റ്. അസസ്മെന്റ് ഫൈൻഡിങ്ങിനെ ക്ലൈന്റ് അബ്യൂസ് ഒപ്പിയോയിഡ് സച്ച് ആസ് മോർഫിൻ അല്ലെ. ഒപ്പിയോയിഡ് എടുക്കുമ്പോൾ പിൻ പോയിന്റ് പീപ്പിൾ എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ആൻസർ ഇസ് യൂഫോറിയ ആൻഡ് കൺസ്ട്രക്റ്റീവ് പീപ്പിൾ. ഓക്കെ. നെക്സ്റ്റ്. എക്സാമ്പിൾ ഓഫ് സോഷ്യൽ മോട്ടീവ് അല്ലെ. നമുക്ക് പേഴ്സണൽ മോട്ടീവ് ഉണ്ട്, സോഷ്യൽ മോട്ടീവ്സ് ഉണ്ട് അല്ലെ, ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ഉണ്ട്, അതുപോലെ അൺകോൺഷ്യസ് മോട്ടീവ്സ് ഉണ്ട് അല്ലെ. പ്രൈമറി മോട്ടീവ്, സെക്കൻഡറി മോട്ടീവ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ ഇസ് എന്താണ്, സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സാമ്പിൾ ഓഫ് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെ. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ ബി സി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പാരനോയിഡ്, സ്കീസോടൈപ്പൽ അല്ലെ, സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഒക്കെ നമുക്ക് ക്ലസ്റ്റർ എയിൽ പോകും. പിന്നെ ക്ലസ്റ്റർ ഡിയിലാണ് എന്താ പറയുന്നത്, ഡിപ്പെൻഡന്റ് അങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി കേട്ടോ. അപ്പൊ ഇതില് മെച്ചർ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ഡി അല്ലെ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി കേട്ടോ. DSM മാനുവലിന്റെ ക്ലസ്റ്റർ എ ബി സി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കി. ഓക്കെ. Bloor introduced the term schizophrenia, the group of mental illness characterized by complete disorganization of personality. The term schizophrenia refers to splitting of mind. അല്ലെ, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A psychiatric patient MSc exam, the nurse found sudden stoppage of speech at a particular point. She documented as sudden stopping is known as thought blocking. അല്ലെ, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്. A primary or fundamental for a symptom of schizophrenia except അല്ലെ, ഓട്ടിസ്റ്റിക് തിങ്കിങ്, അതുപോലെ അസോസിയേറ്റീവ് ലൂസറിങ്, ആംബിവാലൻസ്, ഇൻഅപ്രോപ്രിയേറ്റ് അഫക്ട് അല്ലെ. അതിൽ അപ്പതി എന്ന് പറഞ്ഞത് വരുന്നില്ല. ഓക്കെ. ഡ്രഗ് ചോയ്സ് ഓഫ് ട്രീറ്റിംഗ് ടോററ്റ് സിൻഡ്രോം അല്ലെ. ടോററ്റ് സിൻഡ്രോം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓട്ടിസം അല്ലെ. ഓട്ടിസം ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ടോററ്റ് സിൻഡ്രോം നമ്മൾ പറയുന്നത്. അപ്പൊ ഓട്ടിസ്റ്റിക് തിങ്കിങ് വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് സൈക്കോസിസ്. അവിടെ ഹാലോപെരിഡോൾ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് കേട്ടോ. നെക്സ്റ്റ്.
Which medication should avoid because of increased risk of lithium toxicity? Lithium toxicity ഉള്ള പേഷ്യൻസിന് നെഫ്രോട്ടിക് ഡ്രഗ്സും ഡയോറിറ്റിക് ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലെ. ഓൾറെഡി ഡീഹൈഡ്രേഷൻ ആവും, അതിന്റെ കൂടുതൽ ഡയോറിറ്റിക്സും കൂടെ കൊടുത്താൽ ഡീഹൈഡ്രേഷൻ ബിക്കം സിവിയർ ആവും കേട്ടോ. ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ അസോസിയേറ്റഡ് സ്പെഷ്യലി ഇൻ ബൈപോളാർ ഡിസോർഡർ? അല്ലെ, ബൈപോളാറിൽ സ്പെസിഫിക് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, സ്പെസിഫിക്കലി വിത്ത് ബൈപോളാർ കേട്ടോ. ഇപ്പൊ ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് എഴുതുന്നത്, സെറോട്ടോണിൻ. സ്പെസിഫിക് ചോദിച്ചാൽ കേട്ടോ, പഠിപ്പിച്ചതാണ് നോറെഫ്രിനേറ്റർ. നെക്സ്റ്റ്, എ ഫോൾസ് ബിലീഫ് അൺഎക്സ്പ്ലൈൻഡ് റിയാലിറ്റി വിച്ച് ഇസ് ഷെയർഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ. അല്ല, ഒരു കൂട്ടം പീപ്പിൾ ഷെയർ ചെയ്യുന്ന ആ ഒരു റിയാലിറ്റി അല്ലെ, അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഫോൾസ് അൺഎക്സ്പ്ലൈൻഡ് ബൈ റിയാലിറ്റി വിച്ച് ഇസ് ഷെയർഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾസ് കേട്ടോ. ഇലൂഷൻ, ഹാലുസിനേഷൻ, അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സൂപ്പർസ്റ്റീഷൻ. നിമാസ് ക്രാഷിൽ പഠിപ്പിച്ചിട്ടില്ല, ഒന്ന് നോക്കിക്കോണം കേട്ടോ, ഒന്ന് ആഡ് ചെയ്തോണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 40. നെക്സ്റ്റ്, വിച്ച് അസസ്മെന്റ് ഫൈൻഡിംഗ് ഈസ് മോസ്റ്റ് കൺസേൺ വിത്ത് എയർലി ആൽക്കഹോൾ വിഡ്രോവൽ? അല്ല, എൽക്കി ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓവർ ആക്റ്റീവ്, ടക്കികാർഡിയ അല്ല, ഹൈപ്പർ ടെൻഷൻ, പാൽപിറ്റേഷൻസ് അല്ല, ട്രമർ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഹാർട്ട് റേറ്റ് അപ്പോ 120 to 1. നെക്സ്റ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. വെൻ പ്ലാനിങ് കെയർ ഓഫ് എ ക്ലൈന്റ് ഹു ഹാസ് ഇൻജസ്റ്റഡ് പെൻസൈക്ലിഡിൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അല്ല, പെൻസൈക്ലിഡിൻ ഈസ് ദ നോൺ സ്റ്റിമുലന്റ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ് അല്ല. അപ്പൊ ഇവിടെ എന്തുണ്ടാവുന്നു, ഇതിന്റെ ഓവർ അല്ലെ, ഹു ഹാസ് ഇൻജസ്റ്റഡ് എൻസൈക്ലിൻ വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് ദ ഹൈസ്റ്റ് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ടാവാനുള്ള റിസ്ക് ഫോർ ഫോൾ ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇവിടെ സേഫ്റ്റി നീഡ് ഇസ് ദ പ്രയോറിറ്റി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് സ്റ്റാറ്റസ് അസസ്മെന്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ ക്ലൈന്റ് ടേക്കിംഗ് ഇംപിറാമിൻ അല്ല. ഇംപിറാമിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന ഏതാണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മാവോ ഇൻഹിബിറ്റർ അല്ല. അപ്പൊ മാവോ ഇൻഹിബിറ്റർ ക്യാൻ ലീഡ് ടു എന്താണ്, ഇ സി ജി ചേഞ്ചസ് അല്ല, ഇ സി ജി ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, കാർഡിയാക് അല്ല, അരിത്മിയാസ് ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ്, സൈക്കോ സർജറി പുതുതായിട്ട് വന്നതാണ്. സൈക്കോ സർജറി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എഗൻ മോണിസ് കേട്ടോ, എഴുതിക്കോണം. എഗൻ മോണിസ് ആണ് സൈക്കോ സർജറി ഇൻവെന്റ് ചെയ്തത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്രോണിക് മൂഡ് ഡിസ്റ്റർബൻസ് ദാറ്റ് ക്യാൻ കോസ് ഡിപ്രസീവ് സിംറ്റം ബട്ട് ഡസ് നോട്ട് ഡിസ്റ്റർബ് നോർമൽ ഫംഗ്ഷനിങ് അല്ല. ക്രോണിക് മൂഡ് ഡിസ്റ്റർബൻസ് ദാറ്റ് കോസ് ഡിപ്രഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഡിപ്രഷൻ മാത്രമാണെങ്കിൽ അത് ഡിസ്റ്റൈമിക്, ഡിപ്രഷൻ പ്ലസ് മാനിയ, ക്രോണിക് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് സൈക്ലോതൈമിക് അല്ല, അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇറിവേഴ്സിബിൾ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം അല്ല. ഇറിവേഴ്സിബിൾ ആയിട്ട് വരുന്ന ഏതാണ്, ട്രാഡി ഡിസ്കൈനേഷ്യ. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്, റിവേഴ്സിബിൾ ആണ് വിത്ത് എന്താണ്, ഡോപ്പമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു അല്ലെങ്കിൽ ആന്റി കോളിനർജിക് ഡ്രഗ്സ് കൊടുത്തും എന്ത് ചെയ്യാൻ നമുക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്, തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, എറിക്സൺ ഫിഡിലിറ്റി അറ്റൈൻ ദ ഏജ് അല്ല. ഫിഡിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അഡോളസൻസ്, പിന്നെ ലവ്, കെയർ ആൻഡ് വിസ്ഡം അല്ല. എല്ലാം പഠിപ്പിച്ചതാണ്, നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, എ പേഴ്സൺ ഹു എലിമിനേറ്റ് ദ പ്ലഷറബിൾ അഫക്ട് ഈസ് നോൺ ആസ് അല്ല. പ്ലഷറബിൾ അഫക്ട് എലിമിനേറ്റ് ചെയ്ത പേഴ്സണെയാണ് നമ്മൾ എയ്സെറ്റിക് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ, സന്തോഷമില്ലാത്ത പേഴ്സൺസ് അല്ല. എപ്പോഴും ഒരു ഗൗരവ ഭാവത്തോടു കൂടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3, ക്ലൈന്റ് ടേക്കിംഗ് ബെൻസോഡൈസെപ്പിൻ ടു അവോയ്ഡ് എക്സസ് ദ ഇൻടേക്ക് ഓഫ് അല്ല. ഇപ്പൊ ബെൻസോഡയസിപ്പിൻ നമ്മൾ കൊടുക്കുന്നു ഫോർ ദ റെസ്റ്റ് സ്ലീപ്പ് ഒക്കെ വേണ്ടിയിട്ടാണ് അല്ല. അപ്പം ആൻസൈറ്റി ഒക്കെ കുറയാം. അപ്പൊ വീണ്ടും സ്റ്റിമുലന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഉറക്കമൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പൊ കോഫി ഷുഡ് ബി അവോയ്ഡ്. നെക്സ്റ്റ്, പെർസിസ്റ്റന്റ് റിക്കറൻസ് ഓഫ് അൺവെൽക്കം ഐഡിയാസ് അല്ല. അൺവെൽക്കം ഐഡിയാസ് അല്ലെങ്കിൽ തോട്ടിനെ നമ്മൾ ഒബ്സഷൻ എന്നും അത് കാരണം ഉണ്ടാകുന്ന സ്റ്റീരിയോ ടൈപ്പിക് ആക്ടിവിറ്റീസിനെ നമ്മൾ കമ്പൽഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, the nurse assess the client notes a piloerection, pupillary dilation, lacrimation are which of the following is അല്ല. അപ്പം pupillary dilations അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഒപ്പിയോയിഡ് വിഡ്രോവൽ കേട്ടോ. ഓക്കെ, എല്ലാം പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് 1987. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ സീൻ ഇൻ പാരനോയിഡ് സ്കീസോഫീനിയ അല്ല. അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഡൗട്ട് ആണ്, മണപ്പിച്ച് നോക്കും വിഷം ഉണ്ടോന്ന് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഗസ്റ്റേറ്ററിക് ഹാലുസിനേഷൻ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഡിഫൻസ് മെക്കാനിസം ആൻസൈറ്റി ഈസ് എക്സ്പ്രസ് ത്രൂ ഫിസിക്കൽ സിംറ്റംസ് അല്ല. ഫിസിക്കൽ സിംറ്റംസിലൂടെ ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്, ഇറ്റ് ഈസ് ബൈ ഹിസ്റ്റീരിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് രണ്ടെണ്ണം, കൺവേർഷൻ ഡിസോർഡർ ആൻഡ് ഡിസോസിയേഷൻ അല്ലെ. ഡിസോസിയേഷൻ ആൻഡ് കൺവേർഷൻ. കൺവേർഷനിൽ ഒരു പ്രൈമറി ഗെയിനും സെക്കൻഡറി ഗെയിനും ഉണ്ട് അല്ലെ. പ്രൈമറി ഗെയിൻ എന്ന് പറയുന്നത് റിസോൾവ് ആൻസൈറ്റി അല്ലെ. അപ്പൊ അവര് ഫിസിക്കൽ സൈക്കോളജിക്കൽ ആൻസൈറ്റി അവർ ഫിസിക്കൽ സിംറ്റം ആക്കി മാറ്റും അല്ലെ. കൺവേർഷൻ ഇസ് കൺവേർഷൻ. നെക്സ്റ്റ്,
A nurse must administer a medication to reverse the prevent with a Parkinson-like symptoms in a client receiving antipsychotic. The medication the client will likely receives. അല്ല ഇപ്പം പാർക്കിൻസൺസ് സിംറ്റംസ് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് എന്തെന്ന് പറയുന്ന ആ ബെൻസോട്രോപ്പിക് അല്ല ആന്റി കോളിനർജിക് ആയിട്ടുള്ള ഡ്രഗ്സ്. ഓക്കെ, ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ് റിവേഴ്സൽ യൂഷ്വൽ മൂവ്മെന്റ് ഓഫ് ദ ടങ് നെക്ക് ആംസ് വിച്ച് കണ്ടീഷൻ ഷുഡ് ബി നേസ് അല്ല ടങ് നെക്ക് ആംസ് അല്ലെ എന്ന് പറയുമ്പോൾ റാബിറ്റ് ചൂവിങ് മൂവ്മെന്റ് അല്ലെ എന്ന് വിളിക്കുന്ന ഏതാണ് റാഡി ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് ക്രോണിക് ആൻസെറ്റ് ഓഫ് ആൻസൈറ്റി സീൻ ഇൻ ഡെയിലി ഇവന്റ്സ് അല്ലെ ഡെയിലി ഇവന്റ്സിൽ കാണുന്ന ക്രോണിക് ആൻസൈറ്റി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ജനറലൈസ് ആൻസൈറ്റി ഡിസോർഡർ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആർ ഇൻവോൾവ് ഇൻ റാപ്പിഡ് ഐ മൂവ്മെന്റ് അല്ലെ അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ആണ് എന്തിന് ചോദിച്ചത് DHS നോക്കാം അല്ലെ റാപ്പിഡ് ഐ മൂവ്മെന്റ് അല്ലെ ഡ്രീമി സ്റ്റേജ് അല്ലെ അവിടെ റിലീസ് ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളീൻ ആണ് കേട്ടോ. കാരണം റാപ്പിഡ് ഐ മൂവ്മെന്റിനെ സഹായിക്കുന്ന ആരാണ് അസറ്റൈൽ കൊളീൻ അല്ലെ മൂവ്മെന്റിനെ സഹായിക്കുന്നത് അസറ്റൈൽ കൊളീൻ ആണ്. ഓക്കെ ഓക്കെ ശ്രദ്ധിച്ചോളൂ മൂവ്മെന്റിനെ സഹായിക്കുന്ന ഏതാണ് അസറ്റൈൽ കൊളീൻ അല്ലെ അസറ്റൈൽ കൊളീൻ ആണ് മൂവ്മെന്റിനെ സഹായിക്കുന്നത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കൽ കണ്ടീഷൻ ഇസ് കോമൺലി ഫൗണ്ട് ഇൻ ക്ലൈന്റ് വിത്ത് ബുലീമിയ നെർവോസ അല്ല ബുലീമിയ നെർവോസ പേഷ്യൻസിന് എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മെറ്റബോളിക് ഡിസോർഡർ ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് ഓവറായിട്ട് എന്ത് കാണും ഓവർ വെയിറ്റ് ഗെയിൻ കാണും. അവരെ ഫുഡ് ക്ലിയർ ആവില്ല അല്ല കറക്റ്റ് ടൈമിൽ ഫുഡ് ഒരുപാട് കഴിക്കുക എന്നിട്ട് അത് സെൽഫ് ഇൻഡ്യൂസ് വോമിറ്റിംഗ് ഒക്കെ കേട്ടോ. അപ്പൊ മെറ്റബോളിക് ഡിസോർഡർ ആണ് വരാനുള്ള ചാൻസ് കൂടുതൽ. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഡയബറ്റിസ് മെലിറ്റസ് കാരണം അവര് എന്ത് ചെയ്യുന്നു എല്ലാ ഫുഡും ഒരുപാട് വലിച്ചു വാരി കഴിക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടോ. അപ്പൊ മെറ്റബോളിസം പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. നെക്സ്റ്റ് സബ് സിസ്റ്റം ഓഫ് പേഴ്സണൽ വിച്ച് അഫക്റ്റഡ് ബൈ ഫാമിലി സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ല ഞാൻ ചെയ്യുന്നതാണ് ജഡ്ജിങ് പ്രിൻസിപ്പൾ അല്ല സൂപ്പർ ഈഗോ ആണ് affect ചെയ്യുന്നത് കേട്ടോ. ക്ലൈന്റ് വിത്ത് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഡിസോർഡർ ദ ഫിനോമിന ഓഫ് ഇൻക്രീസ് കൺഫ്യൂഷൻ ദ ഏർലി ഈവനിങ് അവേഴ്സ് ഈസ് ടൈംഡ് ആഫ്റ്റർ അല്ല അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സൺ ഡൗണിങ് സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് കോൾഡ് ടർക്കി കേട്ടോ എഴുതിക്കോണം ഇസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ഒപ്പിയോയിഡ്സ് കേട്ടോ. ഒപ്പിയോയിഡ്സ് എടുക്കുന്നവരെയാണ് കോൾഡ് ടർക്കി എന്നുള്ള ടേംസ് നമ്മൾ പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് നൈറ്റ് മേഴ്സ് ആൻഡ് ടെറേഴ്സ് ആർ ദ ഡിസോർഡർ ഓഫ് പാരസോമിയ. A drug that capable of altering the mental function is known as അല്ല ഒരു മെന്റൽ ഫംഗ്ഷൻ ആൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സുകളെയാണ് നമ്മൾ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ വുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ദ ഫിസിഷ്യൻ ടു ഓർഡർ ദ റിവേഴ്സ് ഓഫ് ഡിസ്റ്റോണിക് റിയാക്ഷൻ അല്ല ഡൈഫീനൈൽ ഹൈഡ്രാമിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് കേട്ടോ. ബെനാട്രിൽ എന്ന് പറയുന്ന ഡ്രഗ്സ് ആണ് കൂടുതൽ. ഓക്കെ നെക്സ്റ്റിലോട്ട് നമുക്ക് വരാം. ഹു വാസ് ദ മദർ ഓഫ് സൈക്കാട്രിക് നേഴ്സ് അല്ല മദർ ഓഫ് സൈക്കാട്രിക് നേഴ്സ് എന്ന് പറയുന്നതാണ് എഡിഗാർഡ് പപ്ലോ അല്ലെ. നെക്സ്റ്റ് ഡെയിലി സ്റ്റാൻഡേർഡ് തെറാപ്യൂട്ടിക് ഡോസ് അല്ലെ 900 മുതൽ 2100 വരെ വരും കേട്ടോ. ഇപ്പൊ 900 2100 ഓപ്ഷൻ നമ്മളെ ഇല്ല 1500 ഓപ്ഷനേ ഉള്ളൂ. അതാണ് കറക്റ്റ്. നെക്സ്റ്റ് ഡ്യൂറിംഗ് അസസ്മെന്റ് സ്റ്റേജ് ദ ക്ലൈന്റ് സ്കീസോഫ്രീനിയ ലീവ്സ് ഹിസ് ആം ഇൻ ദ എയർ ആഫ്റ്റർ ദ നേഴ്സ് ഹാസ് ടേക്കൺ ഹിസ് ബ്ലഡ് പ്രഷർ ഈസ് ആക്ഷൻ ഷോ ദ എവിഡൻസ് ഓഫ് അല്ലെ വീണ്ടും പേഷ്യന്റ് ഒരു വാക്സി ഫ്ലെക്സിബിലിറ്റി പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു അല്ലെ ദാറ്റ് ഇസ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. നെക്സ്റ്റ് ഫോബിയ ടുവേഴ്സ് ഡാർക്ക് അല്ലെ ഡാർക്ക് പ്ലേസിനെ നമ്മൾ അക്രോഫോബിയ എന്ന് പറയും അല്ലെ എല്ലാ ഡിഫറെന്റ് ഫോബിയസും പഠിച്ചിട്ടുണ്ട് കേട്ടോ. Altered state of conscious when the patient travels long distance over a period of time and amnesia of the entire അല്ല വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് വാണ്ടറിങ് ആവുന്നതിനെയാണ് നമ്മൾ ഫ്യൂഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ F8 മുതൽ 89 വരെ ഉള്ളത് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഡിസോർഡർ കേട്ടോ. ഓക്കെ Nystagmus, peripheral neuropathy, ataxia, confabulation are the features of Wernicke's encephalopathy. Which defense mechanism did Freud believe the sign of maturity? അല്ല എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ് അല്ല അതായത് ഒരു എന്ത് ചെയ്യുന്നു ഒരു അല്ലെ അൺവാണ്ടഡ് ഫീലിങ്സ് അല്ലെ അല്ലെങ്കിൽ അൺഡിസൈറബിൾ തോട്ട് ആൻഡ് ഫീലിങ്സിനെ നോർമൽ ഫോമിൽ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു അല്ലെ ദാറ്റ് ഈസ് സബ്ലിമേഷൻ. ഓക്കെ നെക്സ്റ്റ് പീജറ്റ് ഈസ് ദ മേജർ അക്കംപ്ലിഷ്മെന്റ് സെൻസറി സ്റ്റേജ് അല്ല സെൻസറി സ്റ്റേജിൽ എന്താ എന്താ അച്ചീവ് ചെയ്യുന്നു അച്ചീവിങ് ബൈ ഒബ്ജക്ട് പ്രിമിനൻസ് അല്ലെ ഒബ്ജക്ട് പ്രിമിനൻസ് അച്ചീവ് ചെയ്യുന്നു ഒബ്ജക്റ്റിന് അടുത്തെത്തുന്നു അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു മനസ്സിലാക്കുന്നു കേട്ടോ. ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ബൈ കാൾ റോഗേഴ്സ് അല്ലെ പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്
എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ടോട്ടൽ അബ്സ്റ്റേറ്റ്സ് കേട്ടോ. Clonidine can be used to treat the condition other than hypertension. For which of the following condition might the drug is administered? അല്ല, ക്ലോനിഡിൻ എന്ന് പറയുന്നത് ലിബ്രിയം എന്ന് പറയുന്ന ഡ്രഗ്സ് ആണ്. ലിബ്രിയം ഫോർ വിഡ്രോവൽ സിംറ്റംസ് അല്ല പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, മോസ്റ്റ് ലൈക്ലി ടു അഡ്മിനിസ്റ്റർ റെഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് ആൽക്കഹോൾ വിഡ്രോവൽ അല്ല ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസിനും നമ്മൾ ഈ പറയുന്ന ക്ലോർ ഡയപ്പസോഡ് എന്ന് പറയുന്ന ഡ്രഗ്സ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ്, patient is very hostile towards one of the staff and no apparent reason. His manifestation. പേഷ്യന്റ് ഇസ് വെരി ഹോസ്റ്റൽ ടുവേർഡ് വൺ ഓഫ് ദ സ്റ്റാഫ് നോ അപ്പാരന്റ് റീസൺ. ഒരു കാര്യമില്ലാതെ ഒരു സ്റ്റാഫിനോട് കൂടുതൽ എന്ത് ചെയ്യുന്നു, മിങ്കിൾ ആവുന്നു അല്ല ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഫൈൻഡിങ് ഷുഡ് അലേർട്ട് ദ നേഴ്സ് ദാറ്റ് ദ ക്ലൈന്റ് ഈസ് എക്സ്പീരിയൻസ് സ്യൂഡോ പാർക്കിൻസോൺസ് അല്ല സ്യൂഡോ പാർക്കിൻസോൺസ് എന്ന് പറയുമ്പോൾ പാർക്കിൻസൺസിന്റെ കാര്യങ്ങളെല്ലാം പറയാം. ട്രമർ, ഷഫ്ലിംഗ് ഗേറ്റ്, മാസ്ക് എക്സസൈസ്, മൈക്രോഗ്രാഫിയ, കുറെ കാര്യങ്ങളുണ്ട് അല്ല സ്ലോ അല്ല ട്രാഡിഡിസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്, സൂയിസൈഡ് ടെൻഡൻസി ആർ മോർ കോമൺ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ അല്ല സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ ഡ്യൂ ടു ഇന്റേണൽ ഡിപ്രഷൻ അല്ല എന്ന് പറയുമ്പോൾ എന്താണ് റിഗ്രസ്ഡ് ആയിട്ടുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ ആട്ടോജീനസ് ഡിപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ്, ക്രോണിക് യൂസ് ഓഫ് കൊക്കൈൻ റിപ്പോർട്ട്സ് കോക്രോച്ച് ക്രോളിംഗ് അണ്ടർ ദ സ്കിൻ ആൻഡ് ആംസ് ആർ റെഡ് ബിക്കോസ് ഓഫ് സ്ക്രാച്ചിങ് ഇൻഡിക്കേറ്റ് വിച്ച് ഓഫ് അല്ല ദാറ്റ് ഈസ് എ ഫോമിക്കേഷൻ എന്ന് പറയുന്ന എന്താണ് ഫോമിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഹാലുസിനേഷൻ. ഓക്കെ, നെക്സ്റ്റ്, പർപ്പസ്ഫുൾ നീഡ്ഫുൾ ആക്ടിവിറ്റി ഡിക്രീസ് ഇസ് ദ ഹോൾമാർക്ക് സൈൻ ഓഫ് ഡിപ്രഷൻ അല്ലെ കൂടുന്നത് മാനിയ. സൈക്കോ അനലിറ്റിക് തിയറി ഡിഫൻസ് മെക്കാനിസം ആർ കൺസിഡർഡ് ടു ബി ഫ്രോഡിന്റെ അനുസരിച്ച് സൈക്കോ അനലിറ്റിക്കൽ തിയറി അല്ലെ ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഓൾ ഡിഫൻസ് മെക്കാനിസം ഈഗോ ഡിഫൻസ് മെക്കാനിസം ആർ കൺസിഡർ ആസ് നോർമൽ അല്ലെ. അന്ന ഫ്രോയിഡ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. തെറാപ്പറ്റി ടെക്നിക് വിച്ച് യൂസ് ടു ഡയറക്ട്ലി ബാക്ക് ദ പേഷ്യൻ ഐഡിയ ഫീലിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് അല്ല അവർ പറയുന്ന ഐഡിയയിലോട്ടും അവർ പറയുന്ന ഫീലിങ്സിലോട്ടും അതെല്ലാം നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു അല്ല ബാക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോസിറ്റീവ് ഇമോഷൻ അല്ല പോസിറ്റീവ് ഇമോഷൻ ആണ് അഫെക്ഷൻ, നെഗറ്റീവ് ആണ് ആങ്കർ, ജലസ്, ഫിയർ. ഓക്കെ, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, പെർപിച്വേറ്റിംഗ് ഫാക്ടർ ഓഫ് മെന്റൽ ഇൽനസ് അല്ല പെർപിച്വേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ഉണ്ട് അല്ലെ. അങ്ങനെ 3 ടൈപ്സ് അല്ല പ്രീഡിസ്പോസിംഗ്, പെർപിച്വേറ്റിംഗ് ഫാക്ടർ ആൻഡ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ അല്ല. ഓക്കെ, അപ്പൊ അതില് പെർപിച്വേറ്റിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലിറ്റർ ലെവൽ 2.4 ദ നേഴ്സ് ഇമ്മീഡിയറ്റ്ലി വുഡ് അസസ് ദ ക്ലയന്റ് ഫോർ വിച്ച് സയൻസ് ആൻഡ് അല്ല 2.4 ഒക്കെ വരുമ്പോൾ എന്താണ്ടാവുന്നു അല്ലെ ഒരു കൺഫ്യൂഷൻ ഇല്ലോട്ടൊക്കെ പോവാണ് അല്ലെ. അപ്പൊ ബ്ലഡ് വിഷൻ ആണ്. നെക്സ്റ്റ്, ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഓഫ് ആൽക്കോളിസം ലോസ് ഓഫ് കൺട്രോൾ ആൻഡ് ഫിസിയോളജിക്കൽ ഡെഫൻസ് എവിഡന്റ് കേട്ടോ. അപ്പൊ ആൽക്കോളിസത്തിന്റെ 4 ഫേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്രൂഷ്യൽ ഫേസിലാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് കേട്ടോ. പ്രീ ആൽക്കഹോളിക് ഫേസിലാണ് ഡ്രിങ്കിങ് ടു മെഡിക്കേറ്റ് എ ഫീലിംഗ് ആൻഡ് റിലീഫ് ഫ്രം സ്ട്രെസ് അല്ല. പ്രീ ആൽക്കഹോളിക് ഫേസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിന് വേണ്ടി സോഷ്യലായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നവര് കേട്ടോ. എയർലി ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, റാപ്പിഡ്ലി കൾപ്പിംഗ് ഡ്രിങ്ക്സ് പ്രീ ഒക്കുപ്പേഷൻ ആൽക്കഹോൾ ഒക്കെ ആയി പോകുന്ന ആൽക്കഹോളിനോട് അടിമപ്പെടുന്നത് എയർലി ഫേസ് ആണ് കേട്ടോ. ക്രോണിക് ഫേസിലാണ് ഇമോഷണൽ ഫിസിക്കൽ ഡിറ്റോറിയേഷൻ കേട്ടോ. ക്രൂഷ്യൽ ഫേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് കേട്ടോ. ഇതൊന്ന് ഇതിന്റെ സൊല്യൂഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ഈസ് ദ പ്രോസസ് ക്യാരക്ടറൈസ്ഡ് ബൈ അല്ലെ. ഹെൽപ്പിംഗ് റിലേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ. ദാറ്റ് ഈസ് ഗ്രോത്ത് ഫെസിലിറ്റേറ്റ്. നെക്സ്റ്റ്, പ്രിമച്ചർ ഡിറ്റോറിയേഷൻ ഓഫ് മെന്റൽ ഫാക്കൽറ്റി ഇസ് ടേംഡ് ആസ് അല്ല പ്രിമച്ചർ ഡിറ്റോറിയേഷൻ ഓഫ് മെന്റൽ ഫാക്കൽറ്റിയെ നമ്മൾ ഡിമെൻഷ്യ പ്രിക്കോസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് ഹു എക്സ്പീരിയൻസ് ഫോൾസ് സെൻസറി പെർസെപ്ഷൻ വിത്ത് നോ ബേസിസ് ഓഫ് റിയാലിറ്റി. ദ പെർസെപ്ഷൻ ആണ് അല്ല ഫോൾസ് സെൻസറി ചോദിച്ചാൽ ഹാലുസിനേഷൻ. നെക്സ്റ്റ്, നോട്ട് എ പോസിറ്റീവ് സിൻഡ്രോം സ്കിസോഫ്രീനിയ. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെലൂഷൻ, ഇല്യൂഷൻ, ഹാലുസിനേഷൻ അല്ലെ, പവർ തോട്ട് അല്ലെ, ഡിസോർഗനൈസ്ഡ് തിങ്കിങ് തോട്ട് അല്ലെ, പ്രഷറബിൾ സ്പീച്ച് അതെല്ലാം പോസിറ്റീവിൽ വരും. നെഗറ്റീവില് അപ്പതി അവോലിയേഷൻ കേട്ടോ. എയിൽ തുടങ്ങുന്നതെല്ലാം നെഗറ്റീവ്. ഓക്കെ, മാജിക്കൽ തിങ്കിങ്, പെക്യൂലിയർ നോഷൻസ്, ഐഡിയാസ് ഓഫ് റെഫറൻസ്, ഇല്യൂഷൻ, ഡീറിയലൈസേഷൻ ആർ ദ പാർട്ട് ഓഫ് വിച്ച് അല്ലെ. മാജിക്കൽ തിങ്കിങ് അതുപോലെ കൂടെ പെക്യൂലിയർ നോഷൻസ് അല്ലെ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം അല്ലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രമായിട്ട് മാത്രം മിങ്കിൾ ചെയ്യും അല്ലെ.
ഓഡ് എക്സെൻട്രിക് ബിഹേവിയർ അല്ല. അപ്പം പെക്യുലിയർ ആണ് ഇവിടുത്തെ കീവേഡ്. പെക്യുലിയർ എന്ന് പറയുന്നത് സ്കീസോ ടൈപ്പലാണ് പറയുന്നത് കേട്ടോ. ഒപ്പാരന്റ് കണ്ടീഷൻ ബൈ ബി എഫ് സ്കിൻ. നെക്സ്റ്റ്, ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് അഡ്മിനിസ്റ്റർഡ് ടു ദ ഇ സി ജി അല്ലെ. ന്യൂറോമസ്കുലർ ഇത് എന്താണ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, നോട്ട് ആൻ ഇന്റലിജന്റ് മെഷർ സ്കെയിൽ അല്ലെ. സ്റ്റാൻബോർഡ്, സ്കോളാർ ആപ്റ്റിറ്റ്യൂഡ്, വെസ്റ്റ്ലേസ്, സൈമൺ ബിന്നറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ റോസഹാര ടെസ്റ്റ് വരും അല്ലെ. റോസഹാര ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ടെക്നിക് കേട്ടോ. നെക്സ്റ്റ്, മേജർ കോൺസെപ്റ്റ് ഓഫ് സൊള്ളിവാൻ ഇന്റർപേഴ്സണൽ തിയറി എക്സെപ്റ്റ് ആൻസൈറ്റി, സെൽഫ് സിസ്റ്റം, സെക്യൂരിറ്റി ഓപ്പറേഷൻ ആൻഡ് ഇത്രയും മൂന്നെണ്ണമാണ് വരുന്നത് അല്ല. അപ്പൊ അതിൽ വരാത്ത ഫോർമൽ ഓപ്പറേഷൻസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വുഡ് അലർട്ട് ദ നേസ് ടു ലിത്തിയം ടോക്സിറ്റി അല്ല. ലിത്തിയം ടോക്സിറ്റി, ഡിജോക്സിൻ ടോക്സിറ്റി എല്ലാത്തിന്റെ ഇയർലി സൈൻ എന്ന് പറയുന്ന ഹാലോ സൈൻ, അതുപോലെ ആൻഡ്രോക്സിനോസിയ വോമിറ്റിംഗ് അല്ല. ഓക്കെ, അവിടെ ആൻഡ്രോക്സിനോസിയ വോമിറ്റിംഗ് ഈസ് ദ കറക്റ്റ്. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം തന്നെ പഠിപ്പിച്ചതാണ്. ഓൾമോസ്റ്റ് 80-85 ക്വസ്റ്റ്യൻസ് ഇട്ടതും മൊത്തം പഠിപ്പിച്ചതാണ്. 10-15ഓളം ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടഫ് ആയിരുന്നു അല്ല. എനിവേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 70 കേട്ടോ. 60 to 70 അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ പരീക്ഷയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അത് മേടിച്ചവർക്കെല്ലാം കൺഗ്രാറ്റ്സ് കേട്ടോ. കൺഗ്രാറ്റ്സ്. വീണ്ടും നമ്മളെ ക്ലാസ്സുകൾ തുടരുന്നു. ഇനി നമ്മുടെ 10 ദിവസത്തെ ക്ലാസ്